നാളെ ഫെബ്രുവരി 1 നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് പ്രഖ്യാപനം നാളെയാണ്. നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് നാളെയും ബജറ്റ് അവതരിപ്പിക്കുന്നത്. നിർമ്മല സീതാരാമനെ സംബന്ധിച്ചിടത്തോളം ഇത് റെക്കോർഡാണ്. തുടർച്ചയായി 8ാമത്തെ തവണയാണ് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് നാളെ. ഇതിനു മുമ്പ് 6 തവണ തുടർച്ചയായി അവതരിപ്പിച്ച നമ്മുടെ പഴയ പ്രധാനമന്ത്രി കൂടിയായിരുന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് കഴിഞ്ഞ വർഷം നിർമ്മല സീതാരാമൻ തകർത്തത്. നാളത്തെ ഈ ബജറ്റ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. അദ്ദേഹം തുടങ്ങിയത് തന്നെ ലക്ഷ്മിദേവി ദരിദ്രരെയും മധ്യവർഗക്കാരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഊഹിച്ചെടുക്കാമെന്ന് തോന്നുന്നു. നാളത്തെ നയപ്രഖ്യാപനത്തിൽ ആദായ നികുതി സംബന്ധമായ എന്തെങ്കിലും ഇളവുകൾ പ്രഖ്യാപിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇൻകം ടാക്സിൻ്റെ സ്ലാബിലോ അല്ലെങ്കിൽ പുതിയ ഇളവുകളോ തരികയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പ്രധാനമന്ത്രി പത്രസമ്മേളനത്തിന് ഇടയിൽ നമ്മളെ ഓർമ്മിപ്പിച്ചു. 2047, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം തികയുന്ന ആ ഒരു വർഷമാകുമ്പോഴേക്കും നമ്മളൊരു വികസിത രാജ്യമായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു. നാളത്തെ ബജറ്റ് അതിലേക്കുള്ള ഒരു കാൽവെപ്പാണെന്നും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആത്മവിശ്വാസവും ഊർജ്ജവും നാളത്തെ ബജറ്റ് നമുക്ക് നൽകുമെന്നുള്ള പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവച്ചു.